സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരിലേക്കും തമിഴക വെട്രി കഴകം TVK ചുവടുകൾ ഉറപ്പിക്കാൻ പോവുകയാണ്. വിജയ് ഫാൻസ് എല്ലാവരും ഒത്തുചേർന്ന് അങ്ങനെ തമിഴക വെട്രി കഴകം TVK രൂപീകരിക്കുകയാണ് തൃശ്ശൂരിലും. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം തമിഴ്നാട്ടിൻ്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം കേരളത്തിലേക്കും പ്രവർത്തനം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് വയനാടിന് പുറമെയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും പാർട്ടി അനുഭാവികൾ ഇങ്ങനെ യോഗം ചേരുന്നത്. ഔദ്യോഗികമായിട്ട് സോഷ്യൽ മീഡിയ പേജുകൾ വഴിയും ഒപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വയനാട്ടിലും പാലക്കാടത്തെ ഒരു വിജയ് ആരാധകരുടെ TVK പ്രാദേശിക ഘടകം രൂപീകരിക്കാനുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പങ്കെടുക്കുന്ന ഒരു ഭൂരിഭാഗവും യുവാക്കളും IT പ്രൊഫഷണലൊക്കെയാണ്. എന്തായാലും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും TVK കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള പേജുകൾ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ഫോളോവേഴ്സിനാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടി TVK നമ്മുടെ തൃശ്ശൂരിലും ചുവടുറപ്പിക്കുകയാണ്. യുവാക്കൾക്ക് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. TVKയുടെ ഒരു ഭാഗമായി നിൽക്കുന്നവരാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പേരെന്താ? എൻ്റെ പേര് നിതിൻ. ഓക്കെ, നിതിൻ വിജയ് ഫാനാണ്. വിജയ് ഫാനാണ്. എത്ര കാലമായിട്ട്? ഞാൻ ഒരു തുപ്പാക്കി പടം ഇറങ്ങിയ ടൈമോട്ട് ഞാൻ ഫാൻസിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ മനക്കുടിയാണ് സ്ഥലം. അവിടുത്തെ ഏരിയ കമ്മിറ്റികളായിട്ടാണ് വർക്ക് ചെയ്ത് വരുന്നത്. ശരി, ഓക്കെ, നല്ല രീതിക്ക് പോകണം. അപ്പം TVK വരികയാണ്, പാർട്ടി വരികയാണ്. എന്താണ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമോ? അതെങ്ങനെ നിൽക്കും? തീർച്ചയായും നിൽക്കും. നമ്മൾ ഒരു പാർട്ടിയുടെ ഭാഗമല്ലേ, നമ്മൾ അണ്ണൻ്റെ ഭാഗമല്ലേ. അണ്ണൻ എവിടെയാണോ അണ്ണൻ്റെ ആരാധന നമ്മൾ ആളുടെ കൂടി ഉണ്ടായിരിക്കും. ആൾ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളും മാക്സിമം സപ്പോർട്ട് ചെയ്യും. നമ്മളോണ്ട് പറ്റുന്ന രീതിക്ക് നല്ല രീതിക്ക് തന്നെ പാർട്ടിയുടെ ഭാഗമാവും. അണ്ണനുള്ളിടത്തോളം കാലം അണ്ണനുള്ള ഭാഗം എവിടെയാണോ അവിടെ നമ്മളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ നിരവധി പേര് ഇവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. സോ വിജയ് ഫാനാണോ? അതെ, വിജയ് ഫാനാണ്. യദുകൃഷ്ണൻ എങ്ങനെയാ പാർട്ടി TVK കേൾക്കുമ്പോ എന്താ തോന്നുന്നത്? പെട്ടെന്ന് അണ്ണൻ പെട്ടെന്ന് മുഖ്യമന്ത്രി CM ആയി, തമിഴ്നാട്ടിൽ CM ആയി. അതെ അതെ. ഇനിയിപ്പോ ഇവിടെ ഏകദേശം നമ്മുടെ കേരളത്തിൽ 3 പാർട്ടി ഉണ്ട്. ഇവിടെ TVK കൂടി വരുമ്പോ എന്താണ് പുതിയ പ്രതീക്ഷകള്? പ്രതീക്ഷയുണ്ട്. പ്രാവശ്യം കേരളത്തിൽ കിട്ടിയ പോലെ, തമിഴ്നാട്ടിൽ കിട്ടിയ പോലെ കേരളത്തിലും കിട്ടുന്ന നമുക്ക് ആഗ്രഹമുണ്ട്. TVK ആയിട്ട് ഭരണം നടത്തുന്ന ആഗ്രഹമുണ്ട്. TVKയുടെ ഭാഗമാകും. ഇപ്പൊ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുള്ളൂ. അതെ അതെ. ഓക്കെ, തീർച്ചയായിട്ടും. അങ്ങനെ നിരവധി പേര് ഇപ്പോ TVKയുടെ ഭാഗമാകും. ഫാൻസ് മാത്രമല്ല, പുതിയ ആൾക്കാർ വരും തോന്നുന്നു അല്ലേ? വരും, നന്നായിട്ട് എല്ലാവരും കൂടി വരും. ഓക്കെ, തീർച്ചയായിട്ടും. അത് തുടങ്ങുന്നതിന് മുന്നെടുക്കാം. ചേട്ടാ വിജയ് ഫാനാണോ? വിജയ് ഫാനാണ്. അല്ല, എത്ര ആയി? കൊല്ലങ്ങളായിട്ടുള്ള. ഓക്കെ, അപ്പൊ TVK വരാൻ പോവാണ്. ആരംഭം കുറിച്ചിരിക്കുന്ന കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട്. എന്ത് തോന്നണേ? അത് സൂപ്പറായിട്ട് നേരം കയറി വരും. അതിന് മാറ്റമൊന്നുമില്ല. TVKയുടെ ഭാഗമായിട്ട് നിൽക്കും അല്ലേ? പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ചേട്ടൻ്റെ മനസ്സിലുണ്ടോ TVKയുടെ അടുത്ത് പറയാനായിട്ട്? പുതിയ വശങ്ങളിൽ ആളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്. പുതിയ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടല്ലോ, ശരിക്കും ചർച്ചാ വിഷയമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം എന്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ മദ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ തോന്നണം മനസ്സിൽ നല്ല മാറ്റം വരും. അപ്പൊ TVKയുടെ ഭാഗമാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇവിടെ TVKയുടെ ഭാഗമാവാനും മെമ്പർഷിപ്പിന്റെ ഭാഗമാവാനൊക്കെ. വിജയ് ഫാൻ ആണെന്ന് തോന്നുന്നു. യെസ്, പേരെന്താ? എൻ്റെ ശ്യാം. ഓക്കെ, തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂർ മുതുവറ. യെസ്, ഓക്കെ. അപ്പൊ TVK നമ്മളിവിടെ തുടങ്ങി, തൃശ്ശൂരിന്റെ ഭാഗമാണ്. അതെ, എന്ത് തോന്നുന്നു? ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് വിജയ് ഫാൻസ് കേരളത്തിൽ ഇത്രയും പച്ച പിടിക്കാന്നുണ്ടെങ്കിൽ ആളുടെ അവിടുത്തെ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും നിലവിൽ ഇത്രയും രീതിയിൽ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതെ, യെസ്. അപ്പോൾ ശരിക്കും ഫാൻ അതുപോലെ തന്നെ പാർട്ടി ഇത് രണ്ടായിട്ട് നിൽക്കുമോ അതില്ലെങ്കിൽ ഒന്നായിട്ട് പോവോ? എങ്ങനെയത്? പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് പോകാൻ തന്നെ. ഇപ്പോൾ TVK എന്നുള്ളൊരു സംഘടന ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിജയ് ഫാൻസായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫാൻസ് മാറ്റിയിട്ട് ഇപ്പോൾ TVK എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് ഇപ്പോൾ ഇന്ന് ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരുണ്ടാവുന്നു. പക്ഷെ ഭൂരിഭാഗം പേരും എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം ഇതിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ സംഘടന തുടങ്ങിയിട്ട് ഇതിലേക്ക് തന്നെയായിട്ടാണ് നമ്മുടെ പാർട്ടി തമിഴ്നാട്ടിലെ തുടക്കം ഗംഭീരമാണ്.
സിനിമയെ വെല്ലുന്ന രീതിയിലാണ്. സ്ത്രീ സുരക്ഷ, അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ മദ്യപാനത്തിനെതിരെയുള്ള നടപടികൾ എല്ലാം കണ്ടിട്ട് സന്തോഷമുണ്ട്. കാരണം ആളുടെ ഡ്രഗ്സ്, അതായത് കുറെ ഗുണ്ടകളെ ഇതായിട്ട് സംബന്ധിച്ച ആളെന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സിനിമയിൽ എങ്ങനെ കാണുന്നു നമ്മൾ ആളെ അതുപോലെ തന്നെ കാണണം. ഇത്രയും വലിയൊരു ആൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഈ പിള്ളേർക്ക് എന്തുകൊണ്ട് അത് ഉണ്ടാക്കിക്കൂടാ? അതാണ് നമ്മൾ ചിന്തിക്കണത്. മനസ്സിലായോ? അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളിപ്പോ വന്ന് നമ്മളോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. നമ്മളൊരു സിനിമയുടെ ഒരു മീറ്റിങ്ങിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു പാർട്ടി മീറ്റിംഗ്, അതും തൃശ്ശൂർ ജില്ലയില് ആദ്യമായിട്ടാണ് തമിഴക വെട്രി കഴകത്തിന്റെ ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് നടക്കുന്നത്. ഞാൻ തൃശ്ശൂരാണ്. ഞാൻ കുറച്ച് വർഷമായി ഫാൻസില് യൂണിറ്റ് കമ്മിറ്റി ആയിരുന്നു, ഏരിയ കമ്മിറ്റി അതിലൊരുമിച്ച് വർക്കായി പോണു. ഇപ്പോ കുറച്ച് പരിയാത്തായി വരും. എല്ലാവരും ആയിട്ട് കോൺടാക്ട് ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വീണ്ടും നമ്മൾ പഴയ പവറിലേക്ക് തിരിച്ചു വരുന്നത് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഓടി ഇങ്ങോട്ട് പോകും. അപ്പൊ ആ ഒരു ഒഴുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. തീർച്ചയായും ആയി, ഓൾറെഡി ആണ്. നമ്മളാരും പാർട്ടി നോക്കി നോക്കിയില്ല. അണ്ണനെന്ന് പറയുന്നതാണ് നമുക്കത്. കേരളത്തിന് വേണ്ടിയാണ് പല പല കളിയാക്കലുകളും പലതും നമ്മൾ ഈ പറഞ്ഞ വഴികളിലും മുഴുവൻ സഹിച്ചിട്ടുണ്ട്. വിജയ് ഫാൻസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളെ കൊണ്ടൊന്നും ആവില്ല. ഈ ഇലക്ഷന് മുമ്പ് വരെ പറഞ്ഞ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, വിജയ്ക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞിപ്പോ CMI കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ പറ്റുന്ന സാധിച്ചു കാണിച്ചത്. അതിന് മേലെ എന്ത് എനർജിയാണ് നമുക്ക്. അത് മാത്രം മതിയോ. മുന്നിൽ എങ്ങനെ ഒരാളുള്ളപ്പോ നമുക്ക് എന്നും പോവാം. എന്ന് നമുക്ക് അത് മൂലം നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് തെളിയിച്ചു കാണിച്ചു. അപ്പൊ കേരളത്തില് എന്തായാലും ഉറപ്പിച്ചിരിക്കും, വന്നിരിക്കും. ഇതാണ് വിജയ് ഫാൻസിന്റെ ഒരു ആരവം, ആവേശം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വിജയ് ഫാൻസിന്റെ ആ ഒരു ആഹ്ലാദം നമുക്ക് ഈ നിമിഷം കാണാൻ പറ്റും. അപ്പൊ TVK പാർട്ടിയുടെ രൂപീകരണം നമ്മുടെ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് പോകാം. ലഹരിക്കെതിരെ പോരാടാനായിട്ടുള്ള ഒരു ഫോഴ്സ് വന്നു. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് കൊടുക്കൂടാ? ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരും അങ്ങനെ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും തലമുറയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇനി ഈ വന്നിട്ടുള്ളവര് ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പൊ ഞങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് സഹകരിക്കുക, ഞങ്ങളായിട്ട് ഇടപഴകുക, ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളും കൂടി നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. പാർട്ടിയുടെ ആ ഒരു രൂപീകരണം നമ്മുടെ തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് ഫാൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നതാ ഒരു പ്രത്യേക ഫാൻസ് വന്നിട്ടുണ്ട്. ശരിക്കും കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരാനുള്ള ഒരു മനോവികാരം എന്തായിരുന്നു? കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരാനുള്ള മനോവികാരം എന്ന് പറഞ്ഞാൽ ഞാനൊരു 25 വർഷമായിട്ട് വിജയ് ഫാനാ. ബ്ലഡ് ഫാൻ, ലൈക്ക് ഭയങ്കര ഫാൻ എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ഫാനാണ്. ഞാൻ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കറപ്ഷനാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞത്, കറപ്ഷനും പാർഷ്വാലിറ്റിയും. അപ്പോൾ കറപ്ഷൻ ഇല്ലാതെ, പാർഷ്വാലിറ്റി ഇല്ലാതെ, ജനങ്ങളുടെ പണം തൊടാതെ, അതാണ് മെയിന്. ജനങ്ങളുടെ പണം എനിക്ക് വേണ്ട, മക്കളുടെ പണം എനിക്ക് വേണ്ട. ഇപ്പൊ മക്കളുടെ പണം തൊടാതെ, ആൾക്ക് ഓൾറെഡി ആൾ കോടീശ്വരനാണല്ലോ. അപ്പൊ ആ പണം വെച്ചിട്ട് എനിക്ക് രാജ്യം നോക്കാൻ കഴിയും, ഭരിക്കാൻ കഴിയും. എന്റെ സ്റ്റേറ്റ് ഞാൻ നോക്കിക്കോളാം, ആരും ഇവിടെ അഴിമതി നടത്തരുത്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്ത് തോന്നുന്നു? അതേ ഒരു പോയിന്റ് നമുക്ക് കേരളത്തിലും കൊണ്ടുവരണം. അത് ആ വകുപ്പ് പോലും മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. സ്ത്രീ സുരക്ഷ, ശിശു സംരക്ഷണം, യുവ ജനങ്ങളുടെ സംരക്ഷണം, അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുകയാണ്. കാരണം മറ്റൊരു വ്യക്തിക്ക് കൊടുത്താൽ അത് എത്രത്തോളം മികവിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആൾക്ക് അറിയുന്നില്ല. അതിലും ഒരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളത് സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് വിജയ് സ്വന്തമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് അത് ചെയ്യുകയാണ്. അപ്പോൾ അതിന് എത്രത്തോളം റിസൾട്ട് വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വിജയാണ്, വിജയ് പോയി പേசுறதில்ல, വിജയ് പോയി சொல்ல மாட்டே பேசவும் மாட்டே, இனி ஒருத்தர் சொல்றதுக்கு பண்றதுக்கு விடவும் மாட்டே. സിനിമ ഡയലോഗ്. അതെ. അപ്പോൾ ഇപ്പൊ ആരെങ്കിലും എന്റെ പാർട്ടിയില് എന്തെങ്കിലും ഡയലോഗ് അല്ല, റിയാലിറ്റിയാണ്. അത് റിയാലിറ്റിയാണ്. അതെ, ആരെങ്കിലും എന്തെങ്കിലും ഒരു കറപ്ഷൻ കാണിക്കാം എന്ന് ഓർത്തോണ്ടാണ് എന്റെ പാർട്ടിയിൽ വന്നേക്കുന്നതെങ്കിൽ അത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാൻ ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കും കേരളത്തിൽ അങ്ങനെയുള്ള ഭരണാധികാരികളാണ് വേണ്ടത്. കൂടി പാർട്ടി ആയി വരുന്ന സമയത്ത് വരണം. വരണം.
അതെ. കണ്ണൂര് പോലെയുള്ള ഒരു സ്ഥലത്ത് കുറച്ച് വെല്ലുവിളിയായിരിക്കും. തൃശ്ശൂരിനേക്കാളൊക്കെ ഭയങ്കര വെല്ലുവിളിയായിരിക്കും കണ്ണൂർ. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് ആധിപത്യം കൂടി. ഞാൻ ധർമ്മടം പിണറായി വിജയന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള ആളാണ് ഞാൻ. പിണറായി അടുത്താണ് എന്റെ വീട്. നല്ല സപ്പോർട്ട് ചെയ്യും ഞാൻ, എന്ത് വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അത് കുറച്ച് നല്ലൊരു വെല്ലുവിളിയായിരിക്കും. വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതെ അല്ലേ? ഓക്കെ. അപ്പൊ TVKയുടെ ഒപ്പം തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പാലക്കാട് ജില്ലയുടെ മെയിൻ ആയിട്ടുള്ള ആളാണ്. അപ്പൊ പാചകരെ നമ്മൾ ഇങ്ങോട്ട് വെൽക്കം ചെയ്യാണ്, സ്വാഗതം ചെയ്യാണ്. അപ്പോ 2 വാക്ക് സംസാരിക്കാൻ പാചകര്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റാണ്. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത് 1999 മുതലാണ്. തുള്ളാതെ മനം എന്നൊരു സിനിമ തൊട്ടിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അത് തൊട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെയെല്ലാം കളിയാക്കിയവരും പുച്ഛിച്ചവരൊക്കെ ഉണ്ട്. എന്താ ഒരു സിനിമ നടൻ്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു എന്നുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുള്ള മറുപടിയാണ് ഈ മെയ് 10-ാം തീയതി അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിൽ CM എന്നുള്ളൊരു ഇല്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഈ തൃശ്ശൂരും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച തൃശ്ശൂർ ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് കേരളത്തിൽ വലിയൊരു ഘടകകക്ഷിയായിട്ട് ഘടകം ഉണ്ടാക്കുന്നുള്ളത് യാതൊരു മാറ്റവും. അതിന് ഒരുപാട് പിന്തുണയും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരുപാട് തെളിയിപ്പിക്കുന്നില്ല, ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു.